ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ മാസം 2023 കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യത്തെ പോയിന്റ് ഇതാണ്: പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ശ്രേഷ്ഠ കേട്ടോ, ശ്രേഷ്ഠ. 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം ഏതാണ്? മുംബൈ ആണ്. 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം മുംബൈ. ഈ ഒളിമ്പിക്സിനൊക്കെ നമ്മൾ മുംബൈ എത്തണം എന്ന് ഓർക്കാം അല്ലെ. നമ്മൾ ആദ്യം ജയിക്കണം അല്ലെങ്കിൽ മുംബൈ ആവണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം മുംബൈ ആണ്. ഏത് രാജ്യത്തിന്റെ ഒളിമ്പിക് കമ്മിറ്റിയെ ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? റഷ്യയാണ്. നല്ല റഷ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവരെ സസ്പെൻഡ് ചെയ്തെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഏത് രാജ്യത്തിന്റെ ഒളിമ്പിക് കമ്മിറ്റിയെയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? റഷ്യ. 2023 47ാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ്. പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാ? ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, അപ്പൊ 2023 47ാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. വയലിൽ കുറെ തുമ്പികളൊക്കെ ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ വയലാർ പുരസ്കാരം, തുമ്പിന്ന് ഉദ്ദേശിച്ചിട്ടുള്ള തമ്പിയാണ് ശ്രീകുമാരൻ തമ്പി. പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. അപ്പൊ 2023 കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക കേട്ടോ. ഇനി 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനിയാണ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? ജർമ്മനി. പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. അപ്പൊ ശ്രീകുമാരൻ തമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ രാജാവും കുമാരൻ എന്നൊക്കെ ഓർത്തു വെക്കുക അല്ലെ. അപ്പൊ പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി. ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയിട്ടുള്ള ആദ്യ വനിത ആരാണ്? ശാലിസ ദാമി. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയിട്ടുള്ള ആദ്യ വനിത ആരാണ്? ശാലിസ ദാമി. ശാലിസ ദാമി. ഈ എയറിൽ ഷോളൊക്കെ ഇങ്ങനെ പൊങ്ങി പോണതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിൽ നേതൃത്വം നൽകിയിട്ടുള്ള ആദ്യ വനിത ആരാണ്? ശാലിസ ദാമി. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണ്. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അല്ലെ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠ. 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം മുംബൈ. ഏത് രാജ്യത്തിന്റെ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? റഷ്യ. പിന്നെ 2023 വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. കൃതി ഏതായിരുന്നു? ജീവിതം ഒരു പെൻഡുലം അല്ലെ. പിന്നെ 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനിയാണ്. പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിൽ നേതൃത്വം നൽകിയിട്ടുള്ള ആദ്യത്തെ വനിത ശാലിസ ദാമി. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായിട്ടുള്ളത് അരിന്ദം ബാഗ്ചിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? അരിന്ദം ബാഗ്ചി. സ്ഥിരം പ്രതിനിധിയാണ്. അപ്പൊ അതുകൊണ്ട് ബാഗൊക്കെ വെച്ചിട്ട് പോയി ഓർത്ത് വെക്കുക കേട്ടോ. ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയി ഓർക്കാം. അരിന്ദം ബാഗ്ചി. ഓക്കെ, അപ്പോ അടുത്ത പോയിന്റ്: VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകം ഒരു സമര നൂറ്റാണ്ട്. ഓക്കെ, പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം ഏതാണ്? ഒരു സമര നൂറ്റാണ്ട്. ഒരു സമര നൂറ്റാണ്ട്. കിൻഫ്രയുടെ ആദ്യ സ്പൈസ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല എവിടെയാ? ഇടുക്കി. ഓക്കെ, അപ്പൊ സ്പൈസസ് എന്നൊക്കെ പറയുമ്പോൾ ഇടുക്കിയായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. കിൻഫ്രയുടെ ആദ്യ സ്പൈസ് പാർക്ക് നിലവിൽ വന്നിട്ടുള്ള ജില്ല ഇടുക്കിയാണ്. തുടങ്ങനാട് കേട്ടോ, തുടങ്ങനാട്. സ്പൈസ് പാർക്ക് ഒക്കെ തുടങ്ങി എന്നൊക്കെ ഓർത്തു വയ്ക്കാം. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻഷിപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ജൂഹി എന്ന ആനയാണ്. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ജൂഹി എന്ന ആന. അതിന്റെ വേദി റാഞ്ചിയാണ്. പഠിച്ചു വയ്ക്കുക. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ജൂഹി എന്ന ആന. അടുത്തിടെ ബതുക്കമ്മ ഫെസ്റ്റിവൽ ആഘോഷിച്ചിട്ടുള്ള സംസ്ഥാനം തെലങ്കാനയാണ്. ബതുക്കമ്മ കേട്ടോ, ബതുക്കമ്മ. അടുത്തിടെ ബതുക്കമ്മ ഫെസ്റ്റിവൽ ആഘോഷിച്ചിട്ടുള്ള സംസ്ഥാനം തെലങ്കാന. 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അയോധ്യ.
അപ്പൊ ആർച്ചറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹമ്പും വില്ലും അയോധ്യ യുദ്ധവുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അയോധ്യയാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമയാണ് ഗഡ്കരി. ഓക്കെ, അപ്പൊ നമ്മുടെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഗതാഗതം റോഡിലൊക്കെ എന്താ ടാർ ചെയ്തു കരിയൊക്കെ ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്തു വെക്കുക. അപ്പോൾ ജീവിത കഥ പറയുന്ന മറാഠി സിനിമ ഏതാണ്? ഗഡ്കരിയാണ്. കേരളത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡ് നിള. കേരളത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡ് നിള. നല്ലൊരു നിലയിലേക്കൊക്കെ എത്തുമെന്ന് ഓർക്കുക കേട്ടോ, കുറെ വൈൻ കുടിച്ചു കഴിയുമ്പോൾ. അടുത്ത പോയിന്റ്, 2023 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തിന്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്? ഗോവയിലാണ്. അപ്പൊ ഗോവ എന്ന് പറയുമ്പോൾ മദ്യവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ കശുവണ്ടി ആയിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. 2023 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തിന്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത്? ഗോവയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായിട്ടുള്ളത് അരിന്ദം ബാഗ്ചി. VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം ഒരു സമര നൂറ്റാണ്ട്. കിൻഫ്രയുടെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നുള്ള ജില്ല ഇടുക്കി. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻഷിപ്പ് ഹോക്കിയുടെ ആകെ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ജൂഹി എന്ന ആനയാണ്. അടുത്തിടെ ബതുക്കമ്മ ഫെസ്റ്റിവൽ ആഘോഷിച്ചിട്ടുള്ള സംസ്ഥാനം തെലങ്കാന. 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അയോധ്യ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമ ഗഡ്കരി. കേരളത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡ് നീള. 2023 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തിന്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത്? ഗോവയ്ക്കാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. ഓക്കെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനം 111ആണ്. അപ്പൊ പട്ടിണി എന്നൊക്കെ പറയുമ്പോൾ 3 ആൾക്കാർ ഇങ്ങനെ എല്ലും തോലുമായിട്ട് ഇങ്ങനെ ഒന്നുപോലെ ഇരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പൊ 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനം 111ആണ്. നമുക്ക് വേണമെങ്കിൽ ഇൻഡെക്സിന്റെ ഒരു ക്ലാസ് ഞാൻ ചെയ്യാം, കോഡ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഇനി സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളം. സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ജർമ്മനി. ഓക്കെ, 2023 ലോക ആരോഗ്യ ഉച്ചകോടി കേട്ടോ. ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജർമ്മനി. അപ്പൊ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോൾ ജേംസ് വരാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെ ജർമ്മനിന്നകത്തുള്ള GER വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ജർമ്മനി. 57 പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ്. ഓക്കെ, അപ്പൊ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എഞ്ചിനീയേഴ്സുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. 57 പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ്. 14ാമത്തെ JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടൻ കുഞ്ചാക്കോ ബോബനാണ്. അറിയിപ്പ് എന്നാ താൻ കേസുകൊട് എന്നുള്ള ചിത്രങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ മികച്ച നടി മഞ്ജു വാര്യർ, സെയിം തന്നെ എന്നാ താൻ കേസുകൊട്. സംവിധായകൻ മഹേഷ് നാരായണൻ അറിയിപ്പിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത് വെള്ളായനിയാണ്. കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ്? വെള്ളായനി. ഓക്കെ, അപ്പൊ സിനിമ ടൂറിസം ആണ്. അപ്പൊ ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല വെള്ളമുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ടൂറിന് പോയെന്നൊക്കെ ഓർക്കാം. പ്രത്യേകിച്ച് സിനിമ ടൂറിസം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് വെള്ളായനി. ഓക്കെ, അപ്പൊ പോയിന്റ്സ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്, കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനം 111. സൂക്ഷ്മ ഇടതരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളം. 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ജർമ്മനി. 57 പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയുള്ള പരിശോധന ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ്. 14ാമത്തെ JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി മഞ്ജു വാര്യർ, സംവിധായകൻ മഹേഷ് നാരായണൻ. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത്, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത് വെള്ളായനി. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാം. MP മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പോർട്ടൽ ഏതാ? ഇ-സാക്ഷി. അപ്പൊ ഇ-സാക്ഷി എന്ന് പറഞ്ഞുള്ള പോർട്ടൽ എന്താ പറയുന്നത്? MP മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ പറഞ്ഞിട്ടുള്ള ഇ-സാക്ഷി കേട്ടോ. ഇനി ഇ-സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്തെ കരാറുകാർക്ക് തുക ഓൺലൈനായിട്ട് കൈമാറിയിട്ടുള്ള
ആദ്യ ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. അപ്പോൾ ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്തെ കരാറുകാർക്ക് തുക ഓൺലൈനായിട്ട് കൈമാറിയിട്ടുള്ള ആദ്യ ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോട്ടയമാണ്. ലോക ബാഡ്മിന്റൺ ഡബിൾസിൽ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഇന്ത്യൻ ജോഡി സാത്വിക് സായ്രാജും അതേപോലെ തന്നെ ചിറാഗ് ഷെട്ടിയാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ലോക ബാഡ്മിന്റൺ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ആരൊക്കെയാണ്? സാത്വിക് സായ്രാജും അതേപോലെ തന്നെ ചിറാഗ് ഷെട്ടി. 2023 ഒക്ടോബറിൽ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ നിലവിൽ വന്നിട്ടുള്ള രാജ്യം വിയറ്റ്നാം. 2023 ഒക്ടോബറിൽ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ നിലവിൽ വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? വിയറ്റ്നാം ആണ്. ഓക്കെ. ഇനി സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനം ചാണക്യ ഡിഫൻസ് ഡയലോഗ്. സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനം ഏതാണ്? ചാണക്യ ഡിഫൻസ് ഡയലോഗ്. ചാണക്യ ഡിഫൻസ് ഡയലോഗ്. 2023 ഒക്ടോബറിൽ ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗംഗാ ഡോൾഫിൻ. 2023 ഒക്ടോബറിൽ ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതാണ്? ഗംഗാ ഡോൾഫിനെയാണ് കേട്ടോ. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ഏതാണ്? അമേസ് 28. അപ്പോൾ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടമാണ്. വളരെ അമേസിംഗ് ആയിരുന്നു, നമുക്ക് ഓർത്തു വയ്ക്കാം. അമേസ് 28. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മോൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞത് MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പോർട്ടൽ ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്തെ കരാറുകാർക്ക് തുക ഓൺലൈനായിട്ട് കൈമാറിയിട്ടുള്ള ആദ്യ ലോക്സഭാ മണ്ഡലം കോട്ടയമാണ്. ലോക ബാഡ്മിന്റൺ ഡബിൾസിൽ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയുള്ള ഇന്ത്യൻ ജോഡി സാത്വിക് സായ്രാജും ചിറാഗ് ഷെട്ടി. 2023 ഒക്ടോബറിൽ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ നിലവിൽ വന്നിട്ടുള്ള രാജ്യം വിയറ്റ്നാം. സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ചിട്ടുള്ള സംവിധാനം ചാണക്യ ഡിഫൻസ് ഡയലോഗ്. 2023 ഒക്ടോബറിൽ ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗംഗ ഡോൾഫിനെയാണ്. കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ഏതാണ്? അമേസ് 28. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മാൾ നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത പോയിന്റ് നോക്കാം. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാ? മിഷൻ ശക്തി. ഓക്കെ, വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവുമാണ് അല്ലെ. അങ്ങനെ നമുക്ക് ശക്തിയായിട്ട് കണക്ട് ചെയ്യാലോ. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? മിഷൻ ശക്തി. മിഷൻ ശക്തി. കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യം UAE ആണ് കേട്ടോ. കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യം UAE. 2023 അന്താരാഷ്ട്ര ഡാം സേഫ്റ്റി കോൺഫറൻസിന്റെ വേദി എവിടെയാ? ജയ്പൂരാണ്, രാജസ്ഥാനാണ്. അപ്പൊ രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ ഒരു ഡാം ഒക്കെ എവിടെയെങ്കിലൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ ഓർത്തു വെക്കാം. 2023 അന്താരാഷ്ട്ര ഡാം സേഫ്റ്റി കോൺഫറൻസിന്റെ വേദി ജയ്പൂർ. റിലയൻസ് ജിയോ മാർട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായിട്ടുള്ള മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം MS ധോണിയാണ്. റിലയൻസ് ജിയോ മാർട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായിട്ടുള്ള മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് MS ധോണി. അടുത്ത പോയിന്റ് നോക്കാം. ലെക് ലഡ്കി പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഏത് സംസ്ഥാന സർക്കാരാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. ലെക് ലഡ്കി പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത് ഏത് സംസ്ഥാന സർക്കാരാണ്? മഹാരാഷ്ട്ര. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മഹത്തായിട്ടുള്ള ഒരു രാജ്യമായിട്ടൊക്കെ കണക്ട് ചെയ്യാം അല്ലെ. മഹാരാഷ്ട്ര. ലഡ്കി മഹാരാഷ്ട്ര ആയിട്ട് ഓർത്തു വെക്കാം. സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺ ലൈറ്റ്. അപ്പൊ ബെവ്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ മദ്യവുമായിട്ടൊക്കെ ഓർക്കാലോ. അപ്പൊ മദ്യപിച്ചിട്ട് ഈ മൂൺ ലൈറ്റിലൊക്കെ വരണതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധന ഓപ്പറേഷൻ മൂൺ ലൈറ്റ്. ഓക്കെ. ഇനി IMFന്റെയും ലോക ബാങ്കിന്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം മൊറോക്കോ ആണ്. IMFന്റെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും ലോക ബാങ്കിന്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം മൊറോക്കോ. അപ്പൊ ലോക ബാങ്കിലും അതുപോലെ തന്നെ IMFലൊക്കെ മോർ പൈസ വേണമെന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. ഡെപ്പോസിറ്റ് ചെയ്യാനും ആയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഓർക്കുക. അപ്പൊ മൊറോക്കോ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. 2023 ഒക്ടോബറിൽ കേരളത്തിന്റെ ബ്രൂസലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല തിരുവനന്തപുരമാണ്. 2023 ഒക്ടോബറിൽ കേരളത്തിൽ ബ്രൂസലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. അപ്പൊ പോയിന്റ്സ് നോക്കിക്കോളൂ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി മിഷൻ ശക്തി. കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യം UAE. 2023 അന്താരാഷ്ട്ര ഡാം സേഫ്റ്റി കോൺഫറൻസിന് വേദി ജയ്പൂരാണ്.
റിലയൻസ് ജിയോ മാർട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായിട്ടുള്ള മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം MS ധോണി. ലെക് ലഡ്കി പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുള്ള ഈ സംസ്ഥാനത്തെ സർക്കാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധന ഓപ്പറേഷൻ മൂൺലൈറ്റ്. IMFന്റെയും ലോകബാങ്കിന്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം മൊറോക്കോ. 2023 ഒക്ടോബറിൽ കേരളത്തിൽ ബ്രൂസലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റി ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഖാദർ കമ്മിറ്റിയാണ് കേട്ടോ. അപ്പൊ കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റി ഖാദർ കമ്മിറ്റി. 141ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന് വേദിയാകുന്നത് മുംബൈ. നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലെ, 141ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന് വേദിയാകുന്നത് മുംബൈയാണ്. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത തമിഴ്നാട്ടിലെ കോളേജ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തഞ്ചാവൂരാണ് കേട്ടോ. അപ്പൊ ഡോക്ടർ MS സ്വാമിനാഥന്റെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത തമിഴ്നാട്ടിലെ കോളേജ് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2023 ഏഷ്യൻ മൗണ്ട് ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പൊന്മുടിയാണ് കേട്ടോ. 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പൊന്മുടി. സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ് എത്രയാ? KL90 ആണ്, 90. സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ് ചോദിക്കുകയാണെങ്കിൽ KL90. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അതേപോലെ തന്നെ 37ാമത്തെ ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാ? ഗോവയാണ്. നമുക്ക് വെന്യൂസിന്റെയും സ്പോർട്സിന്റെ ഒക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സും കൂടെ എല്ലാവരും ഫോളോ ചെയ്യുക. 37ാമത്തെ ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗോവയാണ്. 2023 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനം ചെയ്ത ടോൾസ്റ്റോയ് ഫാം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ദക്ഷിണാഫ്രിക്ക. ഓക്കെ, പിന്നെ കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായിട്ടുള്ളത് എവിടെയാണ്? മാനവീയം വീതി, തിരുവനന്തപുരം. അപ്പൊ നമ്മൾ ഇന്ന് തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള 4 പോയിന്റ്സ് നോക്കിയല്ലേ. അപ്പൊ അടുത്ത നമുക്ക് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാ പറഞ്ഞ? കേരളത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റി ഖാദർ കമ്മിറ്റി. 141ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന് വേദിയാകുന്നത് മുംബൈ. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത തമിഴ്നാട്ടിലെ കോളേജ് അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പൊന്മുടിയാണ്. സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ് എത്രയാ? KL90. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ശ്രേഷ്ഠ. 37ാമത്തെ ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. 2023 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനം ചെയ്ത ടോൾസ്റ്റോയ് ഫാം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ദക്ഷിണാഫ്രിക്ക അല്ലെ. ഇനി കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത് മാനവീയം വീതിയാണ്, തിരുവനന്തപുരത്ത്. അടുത്ത പോയിന്റ് നോക്കാം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഡിജി കേരളം പദ്ധതി. ഇപ്പൊ എന്താ ഡിജി കേരളം പദ്ധതി? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഡിജി കേരളം പദ്ധതി. ഡിജിറ്റൽ സാക്ഷരതയല്ലേ, അപ്പൊ ഡിജി കേരളം പദ്ധതി. 2023 വ്യോമ ദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറഞ്ഞ യുദ്ധവിമാനം MiG-21 ആണ് കേട്ടോ. 2023 വ്യോമ ദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറഞ്ഞിട്ടുള്ള യുദ്ധവിമാനം ചോദിക്കുകയാണെങ്കിൽ MiG-21. കേന്ദ്ര സർക്കാർ നേരിട്ട് നിർമ്മിക്കുന്ന യൂണിറ്റി മാൾ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത്? തിരുവനന്തപുരത്താണ്. അപ്പൊ യൂണിറ്റി മാൾ എവിടെയാണ്? തിരുവനന്തപുരത്ത് അല്ലെ. അപ്പൊ കേന്ദ്ര സർക്കാർ നേരിട്ട് നിർമ്മിക്കുന്ന യൂണിറ്റി മാൾ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത്? തിരുവനന്തപുരം. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള US സാമ്പത്തിക ശാസ്ത്രജ്ഞ ക്ലൗഡിയ ഗോൾഡിൻ. അപ്പൊ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഗോൾഡുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ക്ലൗഡിയ ഗോൾഡിനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 2023 നൊബേലിൽ ഒരു ഡീറ്റെയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ ഫോളോ ചെയ്യുക. ഇന്ത്യൻ സ്മാർട്ട് കോൺക്ലേവ് 2023 വേദി ഇൻഡോർ ആണ്. ഇന്ത്യൻ സ്മാർട്ട് കോൺക്ലേവ് 2023 വേദി എവിടെയാണ്? ഇൻഡോർ ആണ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ആവും നമ്മുടെ വീടിന്റെ അകത്താന്ന് ഓർക്കാം കേട്ടോ. ഇൻഡോർ അല്ലെ, ഇൻഡോർ. ഓക്കെ, വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഉമീദാണ്. വിദ്യാർത്ഥികളിലെ
ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഉമീദാണ്. ജസ്റ്റ് ഓർക്കാം, ഈ ആത്മഹത്യാ പ്രവണതയൊക്കെ തടയാൻ ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിച്ചാൽ മതിയാവും അല്ലെ? അപ്പോ ഉമ്മയോട് സംസാരിച്ചു എന്നൊക്കെ ഓർക്കാം. അപ്പോ ജസ്റ്റ് വെറുതെ കണക്ട് ചെയ്താണ്. ഉമീദായിട്ടൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഉമീദ്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരി ആരാ? അന്നു റാണി അല്ലെ? ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോ ആണ് കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം, അന്നു റാണി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ജാവലിൻ ത്രോ. അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരി ചോദിക്കുകയാണെങ്കിൽ അത് അന്നു റാണിയാണ്. 2024 ജാനുവരി 15 ഇന്ത്യൻ ആർമി ദിന പരേഡിന് വേദിയാകുന്നത് ലക്നൗ ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. 2024 ജാനുവരി 15 ഇന്ത്യൻ ആർമി ദിന പരേഡിന് വേദിയാകുന്നത് ലക്നൗ ആണ് കേട്ടോ, ലക്നൗ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, അതിദാരിദ്ര്യ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചുള്ള സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. അതിദാരിദ്ര്യ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാ? നമ്മൾ ഡിജി കേരളം പദ്ധതിയെ കുറിച്ച് പറഞ്ഞു അല്ലെ? ആ പേരിൽ തന്നെ കിട്ടേണ്ടതാണ്. ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ 2023 വ്യോമദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിട പറഞ്ഞിട്ടുള്ള യുദ്ധവിമാനം MiG-21 കേന്ദ്ര സർക്കാർ നേരിട്ട് നിർമ്മിക്കുന്ന യൂണിറ്റി മോൾ കേരളത്തിൽ എവിടെ സ്ഥാപിച്ചിട്ടുള്ളത്? തിരുവനന്തപുരം അല്ലെ? 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള US സാമ്പത്തിക ശാസ്ത്രജ്ഞ ക്ലൗഡിയ ഗോൾഡിൻ. ഇന്ത്യ സ്മാർട്ട് കോൺക്ലേവ് 2023 വേദി ഇൻഡോർ ആണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഉമീദ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരി അന്നു റാണി. 2024 ജാനുവരി 15 ഇന്ത്യൻ ആർമി ദിന പരേഡിന് വേദിയാകുന്നത് ലക്നൗ ആണ്. അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചുള്ള സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഒക്ടോബർ മാസത്തിൽ നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 റിവേഴ്സ് ഓർഡറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഒക്ടോബർ മാസം വരെ എത്തിയിട്ടോ. അപ്പൊ വേഗം എല്ലാവരും ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോട്ട്സ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.